അപ്പം മെഡിക്കൽ കോളേജിലോ കിംസിലോ അല്ലെങ്കിൽ ഉള്ളൂർ ഭാഗത്തൊക്കെ ഒരു കിഴക്ക് ദർശനത്തിൽ ഒരു നല്ല ലക്ഷറി ഹൗസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായും ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ സ്ക്വയർ പ്ലോട്ട്, ലാൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭാഗത്താണ് കേട്ടോ. മെഡിക്കൽ കോളേജ് ഉള്ളൂർ പുളിയാരക്കോട്ട ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഇന്നുള്ളത് 8 സെന്റ് സ്ഥലമാണ്. നല്ല സൂപ്പർ ഹൈലി ക്വാളിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടി. 8 സെന്റ് സ്ഥലം, സ്ക്വയർ പ്ലോട്ട്. അത് ഒരാൾക്ക് വേണമെങ്കിൽ 2 പേർക്ക് 2 വീടായിട്ട് വെക്കാനുള്ള പോസിബിൾ ഉള്ള ഒരു അടിപൊളി പ്ലോട്ടാണ്. അതിന് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാൻ ചാനൽ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്തോളൂ. ഒരു വീടോ അല്ലെങ്കിൽ 2 വീടോ ആയിട്ട് പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാം. കാരണം 2 സൈഡും റോഡ് ആക്സസ് ആണ്. അത്യാവശ്യം നല്ലൊരു വൈഡ് റോഡാണ് കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് കാണും പോലെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡല്ല, നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യമുള്ള റോഡാണ്. ജംഗ്ഷനിൽ നിന്നും വെറും 200 മീറ്റർ 150 മീറ്റർ താഴെയാണ് ഇതിലേക്ക് വരാനുള്ള ദൂരം. മെഡിക്കൽ കോളേജിലേക്കാണെങ്കിൽ നമുക്ക് 2 കിലോമീറ്റർ ആണ്, കിംസിലേക്ക് 2 കിലോമീറ്റർ ആണ്. പിന്നെ ഈ പുലയനാർകോട്ട ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിൽ നമുക്കൊരു വെറും 500 മീറ്റർ ഡിസ്റ്റൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായും ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ വീട് വെച്ച് താമസിക്കുന്നവർക്കും ഒക്കെ രീതിയിലോട്ടൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണിത്. ഈ ഒരു പ്രോപ്പർട്ടി പ്രീമിയം ക്വാളിറ്റി ആണെന്ന് പറഞ്ഞു, കിഴക്ക് ദർശനമാണെന്ന് പറഞ്ഞു. ഒന്നല്ല 2 വീട് വെച്ച് കൊടുക്കാനും 4 സെന്റായിട്ട് തിരിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. 2 സൈഡും റോഡ് ആക്സസിബിലിറ്റി ഉള്ളതുകൊണ്ട് വൈഡ് റോഡാണ്. ഇത് മെഡിക്കൽ കോളേജിലേക്ക് വെറും 2 കിലോമീറ്റർ ആണ്, കിംസിലേക്ക് വെറും 2 കിലോമീറ്റർ ആണ്. പുലയൻകോട്ടയിൽ 100 മീറ്റർ ആയി. ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1 സെന്റിന് 16 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.